यहाँ उठ रहे में जाके हेलो एवरीवन, वेलकम टू रिएक्शन स्टूडियो। आई एम आरती। आई एम सुखदेव। तो दोस्तों, आज हम देखने वाले हैं अरबी कथा मलयालम फिल्म को। इस फिल्म में लीड रोल में है श्रीनिवासन, इंद्रजीत सुकुमारन और इस फिल्म को डायरेक्ट किया है लाल जोस ने। दोस्तों, इस मूवी को देखते हैं, लेकिन देखने से पहले आपको याद दिला दूं, अगर आपने हमारा चैनल सब्सक्राइब नहीं किया है तो इस चैनल को सब्सक्राइब कीजिए और इस वीडियो को भी जरूर लाइक कीजिए। सो विदाउट एनी डिले लेट्स वॉच अरबी कथा। लेट्स वॉच। हो गई ना? एन अरेबियन टेल, अरबी कथा। अरबी कथा। प्रोटेस्ट चल रहा है किसी चीज का क्या? प्रोटेस्ट ये सारी पुलिस फोर्स कौन नहीं है? अच्छा, किसी फैक्ट्री के वर्कर्स हैं वो। ओहो, अरे वो वहीं दब के। भागदड़ मची वहाँ। പോലീസിൽ നിന്നും മുകുന്ദന് കിട്ടുന്ന കന്നി മർദ്ദനമല്ല, വലുതുമായ മർദ്ദനങ്ങളിലാണ് അവസാനിച്ചിട്ടുള്ളത്. മുകുന്ദന്റെ രാഷ്ട്രീയ ജീവിതം തുടങ്ങുന്നത് ഇന്നോ ഇന്നലെയോ അല്ല. ഹൈസ്കൂൾ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളെയും ക്യൂബ മുകുന്ദൻ മുകുന്ദൻ തീയാണെങ്കിൽ അൻവർ തീപ്പന്തമാണ്. മുകുന്ദനെ പോലെ തന്നെ നിരീശ്വരവാദിയാണ്. അഥവാ ഈശ്വരൻ ഉണ്ടെങ്കിൽ തൊഴിലാളിയുടെ തുകൽ ഫാക്ടറിക്കെതിരായ പരിസ്ഥിതി മലിനീകരണം തടയാതെ ഫാക്ടറി പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്നാണ് ഇതാണ് തുകൽ ഫാക്ടറി ഉടമസ്ഥൻ. ഏത് പാർട്ടി അധികാരത്തിൽ വന്നാലും ഫാക്ടറിക്ക് മുമ്പിൽ ധർണ നടത്തിയ സഖാക്കളെ പോലീസ് മർദ്ദിച്ചു. ഇവിടെ വിവരം കിട്ടി രാവണി മാഷേ. 5-10 സഖാക്കൾക്ക് നല്ല പരിക്കും. എനിക്ക് അവനെ കുറിച്ച് അഭിമാനമേ ഉള്ളൂ. ഒരു നല്ല കാര്യത്തിന് വേണ്ടി മർദ്ദനമേറ്റ് ആശുപത്രിയിലായത്. മാഷ എനിക്ക് ജനിച്ച് ദരിദ്രനായി ജീവിക്കുന്നതിൽ അഭിമാനിക്കുന്ന വിപ്ലവകാരി. ചെമ്മണ്ണൂരിൽ പാർട്ടിക്ക് അടിത്തറയുണ്ടാക്കുന്നതിൽ പ്രധാന പങ്ക്. പുതിയ മുഖം, പാർട്ടിയിലെ ബുദ്ധി രാക്ഷസൻ. ആ ബുദ്ധിയിൽ സമരസപ്പെടുക. പാർട്ടി ചാനലിന് പരസ്യം പിടിക്കാൻ പോയതുകൊണ്ട് ധർണയ്ക്ക് എത്താൻ പറ്റിയില്ല. മുകുന്ദ എന്നും प्रोटेस्ट को ज्वाइन करने के लिए, क्योंकि वहाँ तो पिटाई होगी. पता रहता ना उनको. इन्हें भेज रखा. ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിക്കോട്ടെ. ഞങ്ങളെ തല്ലിച്ചതച്ചവന്റെ ഫാക്ടറി ഞങ്ങൾ തീയിട്ട് ചുട്ടു കരിക്കും. എടുത്ത തീരുമാനമല്ലേ, എന്നിട്ട് ഇപ്പോഴെന്താ ഒരു കോംപ്രമൈസിന്റെ ഭാഷ? പാർട്ടി സഖാക്കളെ കൊലയ്ക്ക് കൊടുക്കാൻ ഇത്തിരി വിഷമമുണ്ട്. നോക്കാം എന്തു പറയുന്നു. ഇറങ്ങട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. മുകുന്ദൻ എന്നെ തെറ്റിദ്ധരിക്കരുത്. ഫാക്ടറി कैसे बनते हैं ना बाद में. തയ്യാറല്ലാത്തവരെ മാറ്റാൻ ശ്രമിക്കുമ്പോൾ അവിടെ സംഘർഷം ഉണ്ടാവും, പോലീസ് മർദ്ദിക്കും എന്നൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും കുഞ്ഞുണ്ണി മുതൽ നിലപാട് നേരിട്ട് വ്യക്തമാക്കി തരാനാണ്. ഫാക്ടറിയുടെ ചുറ്റുപാടുമുള്ള ഒരുപാട് കിണറുകളിലെ വെള്ളം ഫാക്ടറി പൂട്ടിയിട്ടാൽ വരുന്ന നഷ്ടം. ഒരു കാര്യം ചെയ്യാം, മുകുന്ദൻ നിർദ്ദേശിക്കുന്ന 10 പേർക്ക് സഖാക്കൾ വളരെ ആളുകൾക്ക് ജോലി കിട്ടുന്ന ഒരു നല്ല കാര്യമല്ലേ മുകുന്ദ? സഖാവ് അങ്ങനെ സംസാരിക്കരുത്. അതല്ല, ഞാൻ സമരം നമ്മൾ വിജയിപ്പിക്കും. സർക്കാരിലേക്ക് പോയിട്ടുണ്ട്. ഈ നാട്ടുകാരെ മാറാരോഗികളാക്കുന്ന ഒരു പരിപാടിയും അനുവദിക്കുന്ന പ്രശ്നമില്ല. പ്ലാന്റ് സ്ഥാപിക്കാൻ രൂപ എത്ര? ഇങ്ങനെ പരസ്പരം പേടിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം എന്ന് അവസാനിപ്പിക്കുന്നോ അന്നേ താനും തന്റെ പാർട്ടിയും രക്ഷപ്പെടും. ഇവനെ പോലുള്ളവനെ
കാലിനടിയിലെ മണ്ണ് ഒഴുകി പോകുന്നതിന് മുമ്പ് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഗോവിന്ദ. ये पॉलिटिक्स वाले ऐसे होते हैं, हाँ ये कुछ करते नहीं है, सामने सामने पीठ पीछे करते हैं. കുഞ്ഞുണ്ണി മുതലാളി അച്ഛാ, ഇങ്ങോട്ടാ നീ? മേലുകാവിൽ ഇന്നാണല്ലോ വെട്ടിനിരത്തൽ. ഓ, എന്താണ് വെട്ടി നിരത്തുന്നത്? നെൽപ്പാടം. ദോശ, പുട്ട്, ഇഡ്ഡലി, ചോറ്, ചുരുക്കത്തിൽ മലയാളിയുടെ അടിസ്ഥാന ആഹാരത്തിൽ വെട്ടിനിരത്തൽ പാർട്ടി നയമാണ് നടപ്പിലാക്കിയേ പറ്റൂ. അല്ല മൂന്ന, ആ EP ഗോപി അച്ചടക്കമുള്ളൊരു പാർട്ടി ജനങ്ങൾക്ക് മാതൃകയാകേണ്ട ഒരു പാർട്ടി പ്രവർത്തകൻ അങ്ങനെ ചെയ്താൽ സസ്പെൻഷൻ അല്ല, ചിലപ്പോൾ ഡിസ്മിസ് ചെയ്തൊന്നും വരും. അങ്ങനെ നോക്കിയാൽ ഒരുപാട് പേര് ഡിസ്മിസ് ഓടിച്ചാണല്ലോ റഷ്യയിലെ കമ്മ്യൂണിസം തകർന്നത്. അച്ഛൻ ഒന്ന് ഓർക്കണം, പാർട്ടി പിളർപ്പിന് ശേഷം, അതായത് 1964 ശേഷം തെറ്റുപറ്റിയതാണ്. തെറ്റുപറ്റിയാൽ 30 or 40 വർഷം കഴിഞ്ഞാലും പാർട്ടി അത് തിരുത്താറുണ്ടല്ലോ. ആ, അത് ശരിയാ. അങ്ങനെ വരുമ്പോ 2 വിഷയങ്ങളാണ്. അച്ഛനെ പോലുള്ള സംശയാലുക്കളുടെ എണ്ണം പാർട്ടിയിൽ വർദ്ധിച്ചു വരികയാണ്. ചിലപ്പോ പ്രായത്തിൻ്റെതാകാം. അച്ഛൻ അല്ലെങ്കിലും പാർട്ടി കാര്യത്തിൽ അച്ഛനും മകനും ഒന്നുമില്ലല്ലോ. അതറിയാം, എന്താണെന്ന് അറിയില്ല. നീ ഒരു കല്യാണം കഴിക്കണം. കല്യാണം അത് വേണ്ട, ശരിയാവില്ല. शादी नहीं और किसकी ഞാൻ ना ഈ വിഷയം ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. വീടും ഭർത്താവും കുട്ടികളും കുടുംബമായിട്ട് അവളങ്ങ് ഒതുങ്ങും. ആ ചട്ടക്കൂടിന് പോറലേറ്റാൽ ഭർത്താവിനെ തന്നെ അവൾ ആക്രമിക്കാൻ തുടങ്ങും. അത്രയ്ക്കുള്ള ആഹാ. അത്ര എളുപ്പമല്ല മുകുന്ദ, ഞാൻ കാര്യമായിട്ട് പറയുക. ഞാൻ ഇനി എത്ര കാലം ഉണ്ടാവുന്നൊന്നും പറയാൻ പറ്റില്ല. അത് എന്റെ കാര്യം ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെ. കല്യാണം കഴിച്ചിരുന്നല്ലോ, അതിൽ അദ്ദേഹം പിന്നീട് ഖേദിച്ചിരുന്നതായി എവിടെയോ വായിച്ചത് ഓർക്കുന്നു. ഞാനത് എവിടെ വായിച്ചില്ല. कोई डिस्कशन चल ഒരു रहा है. കാര്യം ചെയ്യേ. ഇന്നലെത്തി. ഇന്നലെ എത്തിയിട്ട് നീ ഇതുവരെ എവിടെയായിരുന്നടോ? 1-2 ലെറ്റേഴ്സ് കൊടുക്കണ്ടായിരുന്നു. യൂത്ത് ഫെഡറേഷന്റെ വാർഷികം കണക്കാക്കി ലീവ് എടുത്തതാ. അതെന്താ മുകുന്ദ നീ അങ്ങനെ പറഞ്ഞത്? കടം മൂത്ത് ഇവിടെ നിൽക്കാൻ പറ്റാഞ്ഞിട്ടല്ലേ ഞാൻ നാട് വിട്ടത്. ദുബായിലാണെങ്കിലും ചോര നീരാക്കി പണിയെടുക്കുന്ന ഒരു തൊഴിലാളിയിലെ നീ നീരാക്കേണ്ടത്. എവിടെ പണിയെടുത്താലും തൊഴിലാളിക്ക് അവന്റെ കൂലി കിട്ടിയാ പോരെ. ഞാൻ ഇവിടെ നീരാക്കുന്ന അതേ ചോര ദുബായിൽ നീരാക്കുമ്പോ പോയെന്ന് വെച്ച് ബൂർഷയൊന്നും ആവില്ലല്ലോ. ഞാൻ ഇവനെ ഒന്ന് പരീക്ഷിച്ചതല്ലേ. പഴയ വീര് ഇപ്പോഴും കുറഞ്ഞിട്ടില്ല. ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്. सही में किया होगा उन्होंने, पर वो तो इस चीज़ का तैयार थे नहीं. लीडर बना दे. सुने तो गुस्सा आ रहा उसको देख. फिर से ओ फेसबुक पे दिखा रहे हैं ना, जब उसके पापा करते थे प्रोटेस्ट वगैरह, कितने सारे लोगों को मारा उन्होंने. लाल जूस. अच्छा खेती करेंगे ना वहाँ. अरे क्या हो गया? क्या हो गया? अटैक तो नहीं आया?
കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ മാനേജർ കൃഷ്ണവാര്യർ വന്നിട്ടുണ്ട്. അച്ഛനെ കാണാനാണോ? കണ്ടോട്ടെ. അതല്ല, വേറെന്തോ കാര്യം പറയാൻ. किसके लिए आ रखा हो बैंक से? എന്താ വരേ? അല്ല, ഈ സമയത്ത് ഞാനിതിവിടെ പറയാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല. സൊസൈറ്റി മറ്റേ കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിരുന്നോ? എന്ത് കാര്യം? നെല്ല് സംഭരിച്ച് അരിമില്ല് തുടങ്ങാൻ വെച്ച ഫണ്ടിൽ നിന്ന് എടുത്ത കാശാണ്. ओ 20 लाख का. കാശിന്റെ ആവശ്യം വന്നിട്ടില്ലല്ലോ. ഇന്നലെ വരെയുള്ള കണക്കുകളൊക്കെ ഞാൻ നോക്കിയതാണല്ലോ. അതെനിക്കറിയില്ല. ബാങ്കിൽ നിന്ന് പിൻവലിച്ചതിന് ബാങ്കിൽ തെളിവുണ്ട്. എനിക്കൊന്നും അറിയില്ല. ഇതൊരു പുലിവാലല്ലോ. അപ്രതീക്ഷിത ഒടുവിൽ ഗോപാലനെതിരെ കടുത്ത നടപടികളെടുക്കാൻ പാർട്ടി തീരുമാനിച്ചു. ഏറ്റവും ദുഃഖകരമായ സത്യത്തിൽ ഈ ചെമ്മണ്ണൂരിലെ പാർട്ടി സ്ഥാപകൻ സൊസൈറ്റി പ്രസ്ഥാനങ്ങളിലൂടെ നിരവധി കർഷക സമരങ്ങളിലൂടെ പാർട്ടിക്ക് അടിത്തറ ആ തുക സൊസൈറ്റിക്ക് വേണ്ടി ചെലവഴിച്ചിട്ടില്ല. അപ്പോൾ സൊസൈറ്റി ഗോപാലൻ ആ തുക ദുരുപയോഗം ചെയ്തു എന്നല്ലേ? സമുന്നതനായ ഒരു നേതാവിനെ സംരക്ഷിക്കേണ്ട ചുമതല പാർട്ടിക്കില്ലേ? ഇത് പുറത്തറിഞ്ഞാൽ പാർട്ടിയുടെ ഇമേജ് എന്താകും? പാർട്ടിയുടെ നടപടി നിർത്തിവെച്ചാൽ അതിനെപ്പറ്റി ആലോചിച്ചാൽ പോരെ. ചിലപ്പോ കുഞ്ഞുണ്ണി മുതലാളി സഹായിച്ചാൽ. പക്ഷേ ഫാക്ടറി പ്രശ്നത്തിൽ ചില മകനെന്ന നിലയ്ക്ക് ആ കടബാധ്യതയും ഞാൻ ഏറ്റെടുക്കുന്നു. അങ്ങനെ നിനക്ക് ഏറ്റെടുക്കാൻ പറ്റുന്ന തുകയാണോ 3? അത് ഏറ്റെടുത്തല്ലേ पर कहाँ से देखो इतना बड़ा अमाउंट? 20 लाख बहुत ज्यादा होते हैं ना. അങ്ങനെയാണെങ്കിൽ ഗോപാലൻ എന്തിനു പുറത്താക്കണം? ചെറുപ്പകാലം തൊട്ട് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. എനിക്കറിയാവുന്നതുപോലെ ഗോപാലൻ ഇവിടെ. ഇത് പാർട്ടിയുടെ തീരുമാനം. ദിവാര, പ്രമേയം വായിക്ക്. പ്രാഥമിക അംഗത്തിൽ നിന്നും ഗോപാലേട്ടൻ अरे നിങ്ങളുടെ പാർട്ടിക്ക് CID പണയുണ്ടെന്ന് इसके पापा की अगर मौत नहीं होती तो എനിക്കറിയാം. वो बता देते ना सब कुछ. कैसे एक्चुअल में किसने किया, कैसे हुआ, എങ്ങനെയാ നിങ്ങൾ ഒപ്പിച്ചത്? इन्होंने क्या लग रहा है मुझे. സൊസൈറ്റിക്ക് വേണ്ടി ഒരു എമൗണ്ട് ലോൺ इन्होंने എടുത്തപ്പോ ओ इन्होंने लिखा. इन्होंने लिखवाया उसे ब्लैंक चेक पे साइन कर. അകത്താവുന്ന കേസാ. പക്ഷേ നിങ്ങൾ രണ്ടുപേരും എന്നെ കൈവിടില്ല എന്നുള്ള कितने चालाक हैं. കരുതലോടെ നീങ്ങണം. ചിലതൊക്കെ മനസ്സിലുണ്ട്. ഒക്കെ ഞാൻ അപ്പൊ പറയിക്കാം. എനിക്ക് खुद उसमें 20 लाख का अमाउंट डाल दिया ब्लैंक चेक में. हाँ. उनके साइन ले लिया. अब उनकी भी डेथ हो गई. अब हाँ, इनको पता भी नहीं चलेगा. पता नहीं चला ना कि एक्चुअल में उन्होंने किया था ऐसा कि नहीं किया था. ഒരേ ഇരിപ്പാണ്. വൈകുന്നേരം ജംഗ്ഷനിലോട്ട് വരാനിരുന്നതാണ്. നാളെ മുതൽ ചായക്കട തുറക്കണം. 2-3 ദിവസമായിട്ട് 3 ലക്ഷത്തിന്റെ കടം വീട്ടാൻ പറ്റുക അത് പ്രായോഗികമാണോ? എനിക്ക് വേറൊരു പണിയും അറിയില്ലല്ലോ. അല്ലേ പിന്നെ കിളക്കാനോ തെങ്ങ് കയറാനോ. ആശങ്കയുണ്ട്. മുകുന്ദന് കടം കയറി നിക്കക്കളി ഇല്ലാതായാൽ പാർട്ടിക്കല്ലേ അതിന് ക്ഷീണം. അതുകൊണ്ട് എല്ലാവരും ചേർന്ന് ഒരു തീരുമാനത്തിലെത്തി. ലീവ് എടുക്കാൻ തീരുമാനിച്ചിരിക്കുകയല്ലേ. ആ സമയം എന്ന് വെച്ചാ 2-3 കൊല്ലം ദുബായ് പോയി ജോലി. उसको भी बाहर जाने के लिए बोल रहे. എത്ര പേരാ ഗൾഫിൽ പോയി ലക്ഷപ്രഭുക്കളായത്? എന്നെ ഒരു ലക്ഷപ്രഭുവാക്കാനാണോ പാർട്ടിയുടെ തീരുമാനം? ലക്ഷങ്ങളുടെ കടം വന്നാൽ ദുബായ് ये चाहते थे होंगे ना ये, ഞാൻ വേണേ ताकि इस गांव से चला जाए. ക്യൂബയും ചൈനയും കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളൊക്കെ തന്നെ. മൂപ്പര് നിരന്തരമായി അമേരിക്കയുമായി സംഘർഷത്തിലായതുകൊണ്ട് അവിടെ സ്ഥിതിയൊക്കെ അല്പം മോശം. നല്ലതുപോലെ ചിന്തിച്ചിട്ടാ क्या करेगा, जाएगा ये? മുകുന്ദനെ പോലെയുള്ള ഒരു നേതാവിന്റെ ആവശ്യം ഇപ്പൊ ദുബായിലുണ്ടെന്ന. ആയിരക്കണക്കിന് മലയാളികൾ ജോലി. പ്രവാസികൾക്ക് വോട്ടവകാശം ലഭ്യമാക്കാനുള്ള ചർച്ചകൾ നടക്കുകയാണല്ലോ. അതുകൊണ്ട് എത്രയും വേഗം നമ്മുടെ വഴിയിലേക്ക് അവരെ കൊണ്ടുവരേണ്ടതും അത്യാവശ്യമാണ്. ബസ് വരുന്നുണ്ട്. अच्छा, ये तो हो गया था यार. चाह रहा हो जाने पड़ेगा उसे. उसके पास कोई ऑप्शन नहीं है ऑप्शन ना. नहीं है ना उसके पास. മാറാത്തതൊന്നേ ഉള്ളൂ മാറ്റം എന്ന് മാർസ് പറഞ്ഞിട്ടുണ്ടല്ലോ. കടബാധ്യത തീർക്കാനാണെങ്കിലും അവിടെ
इंसान डेडिकेटेड था अपनी पार्टी के लिए, वैसे जानबूझ के फंसाया है उन्होंने। हाँ फंसाना ताकि ये यहाँ से चला जाए, इस गांव से। पहुँचे दुबई। वो ट्रांजिशन दिखा रहा है उन्हें। അതെ, സിദ്ധാർത്ഥൻ ഇവിടെ ഉണ്ടല്ലോ എന്നുള്ളതായിരുന്നു ആകെയുള്ളൊരു ധൈര്യം. ഇവിടെ എങ്ങനെ സിദ്ധാർത്ഥൻ ഇപ്പൊ ഇവിടെ വന്നിട്ട് എത്ര കാലായി? 4-5 കൊല്ലായി. പാർട്ടി പ്രവർത്തനം എന്ന് പറഞ്ഞാൽ മൂന്തട്ടൻ എന്താ ഉദ്ദേശിക്കുന്നത്? ശക്തികളെ ശക്തമായി ഉപരോധിക്കുക. അതൊക്കെ നോക്കാൻ ഈ രാജ്യത്ത് ഒരു നിയമവ്യവസ്ഥ ഉണ്ടല്ലോ. ഉണ്ടാവാം, എന്നാലും ക്യൂബ എന്റെ മുകുന്ദട്ട ഈ कंपेयर करने लग गया। ആകാശം മുട്ട ഉയർന്നു നിൽക്കുന്ന കെട്ടിടങ്ങൾ കണ്ടോ? ഇതുപോലെ ഒരു കെട്ടിടത്തിന് അത്രം വരുമോ മൊത്തം ക്യൂബ? സിദ്ധാർത്ഥ കാസ്ട്രോ എവിടെയും പറഞ്ഞിട്ടില്ല. ഓഹോ, ഇങ്ങനെയാണല്ലേ ക്യൂബ മുകുന്ദൻ എന്നുള്ള പേര് വീണത്. അപ്പൊ പാർട്ടി സെക്രട്ടേറിയറ്റിൽ റിപ്പോർട്ട് ചെയ്യണം. മുകുന്ദേട്ടനെ പിടിക്കാത്ത പല കാര്യങ്ങൾ ഇവിടെ കണ്ടേക്കാം. എന്ന് വെച്ച് സമരം ഇവിടെ വന്ന് ജോലി ചെയ്യാൻ തുടങ്ങിയപ്പോഴല്ലേ, അത് നമ്മൾ മറക്കാൻ പാടുണ്ടോ? ഓ, അതൊക്കെ അറിയാലേ. പിന്നെ പക്ഷെ തൊഴിലാളികൾ 4 മണിക്കൂർ, പിന്നെയും കിടക്കില്ലേ 12 മണിക്കൂർ. അതിരിക്കട്ടെ, എന്തായിരിക്കും എന്റെ ജോലിയുടെ സ്വഭാവം? फैक्ट्री में काम करने के लिए കൂടെ കൊണ്ട് നടക്കുന്നത് എപ്പോഴും സൗകര്യം. മാത്രമല്ല തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ നേരിട്ട് കണ്ട് പഠിച്ച് റിപ്പോർട്ട് തയ്യാറാക്കാനുള്ള പെന്നും പേപ്പറും ഫയലൊക്കെ ഇതിനകത്തല്ലേ. क्या बोल रहे हो उसके पास हो? നിങ്ങള് മലയാളിയാ? अच्छा ലേബർ സപ്ലൈ കമ്പനിക്കാരുടെ ആളാ. അതായത് ഒരു കമ്പനിക്ക് സ്വന്തമായി തൊഴിലാളികളെ പോരാതെ വരുമ്പോൾ ലേബർ സപ്ലൈ लेबर है ना वो। अच्छा, ഓരോരോ തൊഴിൽ മേഖലയിലെയും പ്രശ്നങ്ങൾ വളരെ വിശദമായിട്ട് തന്നെ പഠിക്കാൻ പറ്റും. എന്തായിരിക്കും എന്റെ ജോലിയുടെ ഒരു സ്വഭാവം? इसे पता नहीं इसे क्या काम करना। और हर हफ्ते ना उसकी കമ്പനി चेंज താമസിക്കാനുള്ള होती रहेगी उसकी സ്ഥലം, जॉब അങ്ങോട്ട് എത്താനുള്ള अलग अलग ട്രാൻസ്പോർട്ടേഷൻ जगह पे। ഒക്കെ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അത് കമ്പനിക്കൊരു ബുദ്ധിമുട്ടാവില്ലേ? इसने तो साला छोड़ दिया। हिंदी में बोल रहा। इसे भी वही काम करना पड़ेगा वहाँ, लेबर वाला। सामान सब उधर रख। अरे उधर रख। बैग कैसे बदतमीजी से बात कर रहा हूँ? ऐसे बात करते हो? जी साहब। इसे हिंदी समझ में आती है? नहीं आती उसको हिंदी समझ। उसे समझ नहीं आ रहा है बोल के रहा ना। हाँ, ओहो, उठा भी नहीं पा रहा। तो ढंग से बता भी नहीं रहा करना क्या है, नहीं? गिराना दे उसको। इसे तो हैबिट भी नहीं है इस तरह के काम करने की। उसने क्या रखा है उसने? डायरी। अच्छा कैसा देख रहा है? व्हाट अ डेंजरस लुक। कैसे भाग के गया वो? नेक्स्ट प्लीज। अरे उठा भी नहीं पा रहा, बहुत भारी है ना वो। डायरी क्यों निकाल रहे हो? पता नहीं। നിങ്ങൾ മലയാളിയാ? क्या? अच्छा, नोट डाउन तो नहीं करेगा जितने भी मलयाली हो? നിങ്ങൾ മലയാളിയാ? അതെ. ये है मतलब। പേര്? लोगों के नाम लिख रहे हैं। अरे वो बोल ही रहा था मुझे पार्टी बनानी है और वो करना है, लीडर बनना है उनका। 4-5 കൊല്ലമായി. തനിക്ക് എന്നാ വേണം? അല്ല, ഇവിടുത്തെ തൊഴിൽ സാഹചര്യങ്ങളിൽ താങ്കൾ തൃപ്തനാണോ? അല്ലെങ്കിൽ
ചോദിച്ചാൽ മതി. फिर से आ गया। अभी देख रहे हो डायलॉग क्यों घूम रहा है? हाँ वो डायलॉग भी वाला काम चोर साहब। काम जरूर है। अरे इसकी हालत खराब हो गई। കൂടി കഴിഞ്ഞ ഇന്നത്തെ പണി കഴിയല്ലേ? എന്തുട്ട് ഇന്നത്തെ പണി കഴിയാൻ ഇനി ഒരു 4.5 മണിക്കൂറും കൂടി ओ വേണം. 12 घंटे की है उसकी। ആരാ ഇവിടുത്തെ യൂണിയൻ സെക്രട്ടറി? യൂണിയനാ? ആ അതാ വരണു. യൂണിയൻ സെക്രട്ടറിയും പ്രസിഡന്റും ഖജാൻ सबको चाहिए। ओह वैसे थोड़ा बैठने भी नहीं दे रहा। लेकिन डर नहीं रहा वो बिल्कुल भी। लीडर है वो, डरेगा क्यों? ओह यहाँ बोल रहे हैं। में जाके अच्छा तो था वहाँ पे बोलना। उसको देख के डर गया वो। उसके सामने बोल ही नहीं सकता। वो निकाल देगा जॉब से। कैसे हालत हो रही है वहाँ वर्कर्स के। अलग अलग काम। वो पैर देखो कहाँ धुल रहा है वॉश बेसिन में। चल अंदर चल. ഇതാണ് സൂപ്പർവൈസർ പറഞ്ഞ പുതിയ ആള്. ഇതാ നിങ്ങളുടെ മുറി. रूम का है वहाँ तक बेड एक रूम दे रखा है, उसमें बेड दे रखे हैं। അല്ല, ഇവിടുത്തെ തൊഴിലാളികൾ കൂടുതലും പിന്തിരിപ്പം മൂരാച്ചികളാണെന്ന് മനസ്സിലാക്കി. अब कहाँ है रे? ये रहा वो। ये तो वही है। उसको जैसे छुप रहा है। भाग रहा है उसे देख भाग के। गया तो पकड़ ही लेगा वो तो साइकिल से जा रहा है वैसे भी। ऐसे भाग क्यों रहा है वो? वो नहीं चाहता होगा ना अपने साथ उसको रखना शायद, या उससे बातचीत करना। कैसे भाग रहा था? ഏതരം സുഖം ജനിച്ചിട്ട് ഇത്രയും കാലമായിട്ടും കിട്ടാത്തൊരു സുഖം. കൂടെ പറിക്കുന്നവർക്കും ഇതുപോലെ സുഖല്ലേ? അവരീ സുഖം കുറെ ഉണ്ട്. 12 മണിക്കൂർ തുടർച്ചയായി ചുമടെടുക്കുന്നതിലോ വാതിലില്ലാത്ത കുളിമുറിയിൽ കുളിക്കുന്നതിലോ